യമന്റെ തലസ്ഥാനമായ സെനയിലുള്ള ഇന്റർനാഷണൽ എയർപോർട്ടിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു വിമാനത്തിന് തീപിടിച്ചതും അത് സ്ഫോടനത്തോടു കൂടി പൊട്ടിത്തെറിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും യമൻ തന്നെ പുറത്തിറക്കി. എയർപോർട്ടിന് ചില ഭാഗങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്ന വിവരങ്ങളും ഇതിനോടനുബന്ധിച്ച് തന്നെ അവർ പറയുകയും ചെയ്തു. ഇസ്രായേലിൽ നിന്നുള്ള ഫൈറ്റർ ജെറ്റ് വിമാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ താവളത്തെ ആക്രമിച്ചതെന്നും ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇസ്രായേലിന് പ്രതീക്ഷിക്കാം എന്നൊരു മറുപടിയും ഇതിനോടനുബന്ധിച്ച് തന്നെ യമൻ നൽകുകയും ചെയ്തു. അവർ പറയുന്നത് ഇങ്ങനെയാണ്: തങ്ങളുടെ രാജ്യാതിർത്തി കയറിക്കൊണ്ട് ശത്രുവായിരിക്കുന്ന ഇസ്രായേൽ എയർപോർട്ട് ആക്രമിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് ഞങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതിനേക്കാൾ ഗൗരവത്തിലുള്ള തിരിച്ചടി അവർക്ക് പ്രതീക്ഷിക്കാമെന്നും അതിന് കാത്തിരിക്കണമെന്നുമാണ് യമന്റെ മറുപടി വന്നിരിക്കുന്നത്. ഇതോടുകൂടി യമനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷവും യുദ്ധങ്ങളും മറ്റൊരു രീതിയിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. താൽക്കാലികമായി ബംഗൂരിയൻ എയർപോർട്ട് അടച്ചിരിക്കുന്ന വിവരം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു. വളരെ പ്രധാനമായിരിക്കുന്ന എയർപോർട്ടുകൾക്കെല്ലാം, അത് യാത്രാ എയർപോർട്ടുകൾക്കും സൈനിക എയർപോർട്ടുകൾക്കും വലിയ രീതിയിലുള്ള സുരക്ഷയും പ്രതിരോധ രംഗത്ത് വലിയ രീതിയിലുള്ള സജീവതയും ഉണ്ടാക്കാൻ ഇസ്രായേൽ ഗവൺമെന്റ് സൈനികരോട് ആഹ്വാനം ചെയ്യുകയും നിർദ്ദേശിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ പ്രധാനമായിരിക്കുന്ന വിഷയം എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണത്തിന്റെ ഭാഗമായി ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലിന്റെ കടൽ വഴിയുള്ള എല്ലാ ചരക്ക് നീക്കങ്ങളും കഴിഞ്ഞ ഒരു വർഷമായി ഒരു വർഷത്തിൽ കൂടുതലായി യമൻ തടയുകയാണ്. വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഇതിനാൽ ഇസ്രായേൽ ഉണ്ടാവുന്നു എന്ന് മാത്രമല്ല, മൂല്യത്തകർച്ചയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് ടൂറിസം മേഖലയിലോ മറ്റോ ഈ ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ടൂറിസ്റ്റുകളെയും ഇപ്പോൾ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ അകത്ത് വിതരണം ചെയ്യുന്ന നല്ലൊരു ശതമാനം വസ്തുക്കളും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് കയറുന്നതും, അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് നിന്ന്, അതായത് ഇസ്രായേലിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന വസ്തുക്കൾ മറ്റു രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതും ചെങ്കടൽ ഉപയോഗിച്ചുള്ള കപ്പൽ വഴി അല്ലെങ്കിൽ കടൽ മാർഗം വഴിയാണ്. ഈ മേഖല അപ്പാടെ അസ്തമിച്ചിരിക്കുന്ന സ്ഥിതിയാണ്. അതിനാൽ സാമ്പത്തിക ബാധ്യതയും സാമ്പത്തിക തകർച്ചയും രാജ്യത്ത് വലിയ രീതിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് യമന് എതിരെയുള്ള നടപടികൾക്ക് സജീവത കൂട്ടാൻ വേണ്ടി ഇസ്രായേൽ തീരുമാനിച്ചത്. എന്നാൽ ഇസ്രായേലും യമനും തമ്മിൽ വലിയ രീതിയിലുള്ള അകലമുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ്. ആയതിനാൽ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയാണ് യമനെ ആക്രമിക്കാറുള്ളത്. എന്നാൽ യമനെ സംബന്ധിച്ചിടത്തോളം ചെങ്കടലിന്റെ ഭാഗങ്ങളുടെ അതിർത്തി ഉപയോഗിക്കുന്നതും നിയന്ത്രിക്കുന്നതും യമനായതുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ആക്രമിക്കാൻ അവർക്ക് സാധിക്കുന്നു. പല ഘട്ടങ്ങളിലും പ്രതിരോധ സംവിധാനങ്ങൾ തകരുന്നു. ഏറ്റവും ഒടുവിൽ ബംഗൂരിയൻ എയർപോർട്ട് ആക്രമിച്ചതിന് ശേഷം അഷ്കലോൺ മേഖലയും തലസ്ഥാനമായിരിക്കുന്ന ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയും 2 തവണയെങ്കിലും ആക്രമിച്ചിട്ടുണ്ട്. തന്ത്രപ്രധാനമായിരിക്കുന്ന നഗരങ്ങളെ ആക്രമിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് സാരമായി ബാധിക്കുകയും അവർക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാവുകയും ജനങ്ങളിലുള്ള ഇസ്രായേലികളുടെ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇസ്രായേലിന്റെ ഒരു നഗരം ഏറെക്കുറെ യഥാർത്ഥത്തിൽ സുരക്ഷിതമല്ലെന്ന് ബോധ്യമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മീഡിയകൾക്കൊക്കെ വലിയ നിയന്ത്രണമുള്ള രാജ്യമാണ് ഇസ്രായേൽ എങ്കിലും ഇപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ രാജ്യത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച് ചില മീഡിയകളും പത്രങ്ങളും ഒക്കെ, ഇസ്രായേലിന് പ്രസിദ്ധീകരിക്കുന്ന മീഡിയകളും പത്രങ്ങളും ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതാറുണ്ട് എന്നുള്ളത് ഇസ്രായേലിന് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ സ്ഥിതികൾ എന്ന് പറയുന്ന സമയത്ത് സെന എയർപോർട്ട് ആക്രമിച്ചതോടനുബന്ധിച്ച് എന്തെങ്കിലും ദുരന്തങ്ങൾ, അതായത് മരണം പോലെയുള്ളത് ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ടോ പരിക്കേറ്റ റിപ്പോർട്ടോ പുറത്തു വന്നിട്ടില്ല. വിമാനം കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയും ഒരു ഭാഗത്ത് തീപിടിക്കുകയും ചെയ്തതോടുകൂടി യാത്രക്കാരോ അല്ലെങ്കിൽ യാത്ര ചെയ്ത് മടങ്ങി വരുന്ന ആളുകളോ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത്
ഈ ഈ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് അവർ ബങ്കറിൽ ഒളിക്കുന്നതിന് സമാനമായിരിക്കുന്ന ഓട്ടമാണ് എന്ന് ചില പത്രങ്ങൾ, ചില മീഡിയകൾ, ഇസ്രായേലി മീഡിയകളൊക്കെ കളിയാക്കി എഴുതിയായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. അതിന് യമൻ പറഞ്ഞിരിക്കുന്ന മറുപടി, അവർ ബങ്കറിലേക്ക് ഓടിയത് 10 ലക്ഷം പേരാണ്, വിമാനത്തിൽ നിന്ന് പുറത്തോട്ട് പോയത് കേവലം 30-40 പേര് മാത്രമാണ്. രണ്ടും താരതമ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പകരം ഈ 10 ലക്ഷം ആളുകൾ ഓടിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ അത്ര ഇരട്ടിയുള്ള ആളുകൾ ഓടാവുന്ന സംവിധാന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നതിന് മറുപടി നൽകി. അങ്ങനെ മീഡിയക്കാർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊമ്പ് കൊടുത്തുകൊണ്ട് പരസ്പരം ആക്ഷേപ വിമർശനമൊക്കെ നടത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ നിലവിലെ യമന്റെയും ഇസ്രായേലിന്റെയും രാഷ്ട്രീയ സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ പോകുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആക്രമിച്ച് വിജയിച്ചിട്ടുണ്ടെങ്കിലും വലിയൊരു ആഹ്ലാദ രീതികളൊന്നും സൈനികരുടെ മുഖത്തൊന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാര്യമെന്ന് പറയുന്നത്, യമനെയാണ് ആക്രമിച്ച് തീർച്ചയായിട്ടും അവർ തിരിച്ചടിക്കും. വലിയ രീതിയിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളും സംവിധാനങ്ങളും ആയുധങ്ങളും അതിനനുസരിച്ചുള്ള പ്രവർത്തിക്കാൻ കെൽപ്പുള്ള ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് വലിയ ഭയമുണ്ടാക്കുന്ന കാര്യമാണ്. അമേരിക്ക പോലും തോറ്റുപോയിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് യമൻ എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിലാണ് അവരുമായിട്ട് വെടിനിർത്തൽ കരാറിൽ എത്തുന്നത്. അങ്ങനെ വെടിനിർത്തൽ കരാർ ഉണ്ടായതിനു ശേഷമാണ് അമേരിക്കക്ക് യഥാർത്ഥത്തിൽ ഒരു ആശ്വാസം ഉണ്ടായത്. ഈ സമയത്തൊക്കെ അമേരിക്കയും യമനും നേർക്കുനേരെ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ യമൻ ഇസ്രായേലിനെയും അമേരിക്കയും ഒരേ സമയത്ത് ആക്രമിച്ചു എന്നുള്ളത് ലോക വാർത്തയായിട്ട് തന്നെ മാറിയതാണ്. ഒരു ചെറിയ കുഞ്ഞൻ രാജ്യം 2 ലോക വൻ ശക്തി രാജ്യങ്ങളെ ഒരേ സമയത്ത് ആക്രമിക്കുന്നു. അതിൽ അമേരിക്ക പരാജയപ്പെടുന്നു. അവർ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അമേരിക്ക തന്നെ നേതൃത്വം നൽകുന്നു. ഒമാനാണ് ഈ കാര്യം പറഞ്ഞ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇടപെടണം എന്ന രീതിയിൽ. അതിനുശേഷം ഈ കരാർ വ്യവസ്ഥ വന്നതിന് ശേഷം പിന്നീട് ചെങ്കടൽ വഴി വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിന് നേരെ യമൻ നടത്തി. അപ്പോഴാണ് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞത്, വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങൾ റദ്ദ് ചെയ്യണമെന്നും ചെങ്കടലുമായി ബന്ധപ്പെട്ട സുരക്ഷ ഒരുക്കാൻ വേണ്ടി നിങ്ങൾ സജീവത കാണിക്കണമെന്നുള്ളൊരു അപേക്ഷ ഇസ്രായേൽ അമേരിക്കയുടെ വശം നൽകി. 1 പ്രാവശ്യമല്ല 4 പ്രാവശ്യമെങ്കിലും നൽകി എന്നാണ് പറയുന്നത്. എന്നാൽ ഈ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് അമേരിക്ക ഒരിക്കൽ യമനെ ആക്രമിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അതിശക്തമായിരിക്കും തിരിച്ചടി യമന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതോടുകൂടി പിന്നീട് അത്തരമൊരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ യമനെ ആക്രമിച്ച് വലിയ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ ഈ യമനെ സംബന്ധിച്ചിടത്തോളം വിമാനം ഏറ്റവും കൂടുതൽ കുറവുള്ള രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ വിമാനം പറയുന്ന സമയത്ത് ഇവരുടെ കൈവശത്തിലുള്ള വിമാനം ഏറെക്കുറെ 13 എണ്ണെങ്കിലും ആണ് ഉള്ളത്. അതിൽ 3 എണ്ണം അവിടെ ഈ നിലവിലെ സാഹചര്യത്തിൽ കത്തി നശിക്കുകയോ അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തകരാറിലാവുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെന ഇന്റർനാഷണൽ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് വിമാന സർവീസുകൾ നിർത്തിവെച്ചതായിരിക്കുന്ന പ്രഖ്യാപനം വന്നു. എന്നാൽ ഈ പ്രഖ്യാപനം വന്നതോടനുബന്ധിച്ച് തന്നെ ഈ ഇസ്രായേലുള്ള ഈ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കാനുള്ള സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേൽ ഈ മേഖലയിൽ വലിയ രീതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. യാത്രക്കാർക്ക് കൃത്യമായിരിക്കുന്ന സമയങ്ങൾ പറഞ്ഞുകൊണ്ട് ആ സമയത്ത് മാത്രമാണ് പ്രവേശനാനുമതി എന്ന് പറയുന്നു. ആഴ്ചയിൽ എല്ലാ ദിവസവും ഇല്ല, ആഴ്ചയിൽ എണ്ണപ്പെട്ട ദിവസങ്ങളും എണ്ണപ്പെട്ട സമയങ്ങളിലും മാത്രമാണ് വിമാന സർവീസുകൾ ഉണ്ടാകുന്നത് എന്നുള്ളൊരു വിവരവും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതിന് ഔദ്യോഗികത ഒന്നുമില്ല. ചില മീഡിയകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതോടൊപ്പം ബംഗൂരു എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് യാത്രക്കാർ ഒഴിവായി നിൽക്കുന്നതാണ് നല്ലത് എന്നൊരു അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് വന്നിട്ടുണ്ട്. കാര്യം ഈ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യമൻ ആക്രമണം നടത്തിയത്. ഇനി ആക്രമണം നടത്തുമെന്ന് അവർ പറഞ്ഞതും ഈ എയർപോർട്ടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു വല്ലാത്തൊരു സാഹചര്യം യഥാർത്ഥത്തിൽ ഇസ്രായേലിന് നിലനിൽക്കുന്നുണ്ട്. ആഭ്യന്തരമായും ബാഹ്യമായ രീതിയിലും പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് യൂറോപ്യൻ രാജ്യത്തിൻ്റെ വലിയൊരു ഭീഷണി, സാമ്പത്തിക ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ടും അതിർത്തി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വലിയ ഇടപെടലുകൾ ഇസ്രായേലിനെതിരെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അത് ഇസ്രായേലിനെ വല്ലാത്ത ഞെട്ടിച്ചിരിക്കുന്ന കാര്യമാണ്. എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും ഒരേ രീതിയിൽ തന്നെ അംഗീകരിക്കുകയും അവരോടൊപ്പം ചേർന്നുകൊണ്ട് ആയുധ, സാമ്പത്തിക, സൈനിക സഹായങ്ങൾ എല്ലാ ഘട്ടത്തിലും ചെയ്തു വന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രധാനമായിരിക്കുന്ന രാജ്യങ്ങളെല്ലാം. അവരെല്ലാവരും ഇപ്പോൾ തലതിരിഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെ അഭിപ്രായം പറയുകയും
ഇസ്രായേലിൻ്റെ നയ നിലപാടിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുമ്പോൾ ഏറെക്കുറെ ഭൂമുഖത്ത് ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി തന്നെയാണ് നിലനിൽക്കുന്നത്. കൂടെ അമേരിക്കക്ക് ഒഴിച്ച് ഇടാനും പറ്റൂല, കൂട്ടി നിൽക്കാനും പറ്റൂല എന്നുള്ള ആ സ്ഥിതിയിലേക്ക് അവരും എത്തിയിരിക്കുന്നു. ഇങ്ങനെ പ്രതിസന്ധികരമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് എന്ന കാര്യം കൃത്യമാണ്. ഇപ്പോഴത്തെ അവരുടെ ഭയപ്പാട് എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് യമൻ ഇസ്രായേലിനെ തിരിച്ചടിക്കുക, ഏത് സമയത്തുണ്ടാവും, ഏത് കേന്ദ്രത്തെ ലക്ഷ്യമാക്കിയാണ്, എത്രത്തോളം ആഘാതമുണ്ടാവും എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഭയപ്പാടിലാണ് ഇസ്രായേൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്.